ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട്, വർത്താന സുഖം തന്നെയല്ലേ എല്ലാവർക്കും. ഞാൻ ഇന്ന് നെയ്യപ്പം ചുടാൻ പോവാ. നെയ്യപ്പം ചുടാൻ വേണ്ടിയിട്ട് പച്ചരി കുതിരാൻ വെച്ചിട്ടുണ്ട്. കഴുകിയിട്ടാണ് കുതിരാൻ വെച്ചത്. ഇനി ഞാനിത് ഈ അരിപ്പയിൽ ഊറ്റി വെക്കട്ടെ. ഇതും കഴിഞ്ഞിട്ട് ഇതിന്ന് എടുത്തിട്ട് ഞാൻ തുണിയിൽ ഇട്ട് പരത്തി വെക്കും. എന്നാൽ വേഗം ഉലർന്ന് കിട്ടും. എന്നാൽ പൊടിക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് പൊടിയും. ഞാൻ പൊടിച്ചിട്ടാണ് നെയ്യപ്പം ചുടുന്നത്. അരച്ചിട്ടും ചുടാറുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് പൊടിച്ചിട്ടാണ് ചുടുന്നത്. അപ്പം ഞാൻ നെയ്യപ്പം ചുടുന്നത് A to Z വരെയുള്ളത് ഞാൻ കാണിച്ചത്. അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്നങ്ങ് പോയിട്ട് തുണിയിൽ പരത്തി വെക്കും. എന്നാൽ പെട്ടെന്ന് പൊടിഞ്ഞോളും. അരിപ്പയിൽ നിന്ന് ഞാൻ തുണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് ഉലരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ വേഗം വെള്ളം ഉലർന്ന് കിട്ടും. നെയ്യപ്പം ചുടാൻ വേണ്ട സാധനങ്ങൾ: 1 കിലോ പച്ചരി പൊടിക്കുകയാണെങ്കിൽ ഒരു 3/4 കിലോ വെല്ലം വേണം. 3/4 കിലോ അടുത്ത് വേണം. പിന്നെ കുറച്ച് മൈദ ഇടണം, മൈദപ്പൊടി ഇടണം. നല്ല ജീരകം, കുറച്ച് നല്ല ജീരകം. ഇത് ഏലം ഞാൻ പൊടിച്ച് വെച്ചതാണ്. ഏലും എല്ലാം കൂടെ മിക്സാക്കണം. പൊടിച്ച് കഴിഞ്ഞു. ഞാൻ മിക്സിയിലാണ് പൊടിച്ചത്. പൊടിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ജീരകവും ഏലും ഇതിലിട്ടാൽ മതി. പിന്നെ പുട്ടും തരിപ്പയിൽ തരിക്കലൊക്കെ ഉണ്ട്. ഞാനത് ചെയ്തില്ല, ഞാൻ പടം കിട്ടതാണ്. പുട്ടിൻ്റെ പാകം അതിന് വേണ്ടത് പൊടിയേ. ഇനി ഈ പൊടിയിലേക്ക് കുറച്ച് മൈദ പൊടി ഇടുന്നുണ്ട്. ഒരു 200 ഗ്രാം. അത് ഞാൻ 3/4 കിലോ അരിയാണുള്ളത് എടുത്തത്. ഇതിൽ ഒരു 200 ഗ്രാം മൈദ ഇടുന്നുണ്ട്. മൈദ പൊടി, ഉപ്പ്, ഇനി ഏലപ്പൊടി. ഞാൻ നല്ല ജീരകം പൊടിക്കുന്നതിലിട്ടാണ്. എൻ്റേത് ഏലം പൊടി ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇടുന്നു. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഞാൻ വെല്ലം ഉരുക്കി ഒഴിക്കുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ച് കളയും. അപ്പം തന്നെ കൈ കൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കണം. എല്ലാം ഒന്ന് മിക്സാക്കി, മൈദപ്പൊടി, നല്ല ജീരകം, ഏലം, ഉപ്പ് എല്ലാം ഒന്ന് മിക്സാക്കി. ഇനി ഇതിൽ നമുക്ക് വെല്ലം ഉരുക്കി ഒഴിക്കാം. വെല്ലം ഒഴിക്കട്ടെ. അരിപ്പയിൽ തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ അപ്പം തിന്നുമ്പം കല്ല് കടിക്കും. ഒരുവിധം ചൂടോടെ തന്നെ ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കട്ടെ. ഇത് ആദ്യം തന്നെ ഇങ്ങനെ മൈദപ്പൊടി എല്ലാം ഇങ്ങനെ മിക്സാക്കിയത് കൊണ്ട് വെള്ളം ഒഴിച്ചാൽ കട്ട പിടിക്കൂല. നല്ലോണം ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചു. ദോശമാവിനെ പോലെ അല്ല, അതിനേക്കാളും കുറച്ച് കട്ടി വേണം. ഇങ്ങനെയുള്ള ഇളക്കൽ യോജിപ്പിക്കാനൊക്കെ നല്ല ചിരട്ട കയ്യിൽ തന്നെ വേണം. ഇങ്ങനത്തെ കയ്യിലാവുമ്പോൾ നല്ല ഉറപ്പാണല്ലോ. സൂപ്പറായിട്ട് ഇങ്ങനെ ഇളക്കാം നന്നായിട്ട്. എവിടെയും ഒരു കട്ടയൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യം ഒന്ന് യോജിപ്പിച്ചിട്ടല്ല കൈ കൊണ്ട്, പിന്നെയാണ് വെല്ലം ഉരുക്കി ഒഴിച്ചത്. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് ഇനി നെയ്യപ്പം ചുടാൻ പോകുന്നത്. 2 മണിക്കൂറെല്ലാം കഴിഞ്ഞു. നമുക്കിനി അപ്പം ചുടാം. ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി, ഇനി ഒഴിക്കുക. നല്ല അടിപൊളി അപ്പമായിട്ടുണ്ട്. ഇതാ ഇത് അടിപൊളി അപ്പം. ഇതാ രണ്ടാമത്തെ. എല്ലാ അപ്പം നന്നാവുന്നുണ്ട്. നല്ല പൊള്ളി വരുന്നുണ്ട്, ബോള് പോലെ ആവുന്നുണ്ട്.
സൂപ്പർ. അപ്പം നന്നാണ് കണ്ടിട്ട് വീഡിയോ പിടിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാ അപ്പം നന്നായിട്ടുണ്ട്. ഇതവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കുറച്ചധികം. ഞാൻ 3/4 കിലോ അരി കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഒരു 1/2 കിലോ വെല്ലം എടുത്തിട്ടുണ്ട്. ഇതാ അവിടെ ചുട്ട് വെച്ചു. ഇതാ അവിടെ ഇത്രയും ചൂടാനുണ്ട്. ചെറിയ പണിയുണ്ട്, ഇങ്ങനെ ചുട്ടോണ്ട് നിൽക്കാൻ നിന്നുകൊണ്ട്. ഇടയ്ക്കൊന്ന് ഗ്യാസ് കുറച്ചിടണം. നല്ല ഭയങ്കര ചൂടാണെങ്കിൽ അപ്പം ചുരുണ്ട് പോകും. ഇതില്ലേ എൻ്റെ അപ്പം നന്നായത്. ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എങ്ങനെയുണ്ടെന്ന് എന്നോട് കമൻറ്റ് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.